ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ടീം അതേതാണ്? ചിലർക്കത് മുംബൈ ഇന്ത്യൻസ് ആണ്, ചിലർക്കത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്, ചിലർക്കത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന അഭിപ്രായം പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ 5 കിരീടം മാത്രം നേടിയ ടീമല്ല. ഇതുവരെ ഏറ്റവും കൂടുതൽ പ്ലേ ഓഫ് പ്രവേശനങ്ങൾ, ഏറ്റവും കൂടുതൽ ഫൈനൽ പ്രവേശനങ്ങൾ, അങ്ങനെ സ്ഥിരതയുടെ അവസാന വാക്ക് അത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. എന്തായാലും ഈ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നില അല്പം പരുങ്ങലാണ്. വെറും 4 പോയിന്റുകൾ മാത്രം നേടിയിട്ടുള്ള അവർ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനക്കാരാണ്. ചെന്നൈയുമായി ബന്ധപ്പെട്ട് എന്ത് പറഞ്ഞാലും അവസാനം എത്തി നിൽക്കുക അത് MS ധോണിയിലാണ്. MS ധോണി അടുത്ത സീസണിൽ ഉണ്ടാകുമോ, അതോ ഈ സീസണോടെ പാടടിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ നിലവിൽ വരികയാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്. ഒന്ന് ധോണിയുടെ ബാല്യകാല പരിശീലകനാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: MS ധോണിയെ ഒഴിവാക്കാനാണെങ്കിൽ ചെന്നൈക്ക് അത് കഴിഞ്ഞ സീസണിൽ തന്നെ ഒഴിവാക്കാമായിരുന്നു. കാരണം അവർ പുതിയൊരു ടീമിനെ കെട്ടിപ്പടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ധോണിക്ക് നൽകിയിരിക്കുന്നത്. അവന്റെ നേതൃത്വത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മികച്ച ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ധോണി അടുത്ത സീസണിലും കളിക്കും. ഇതാണ് അദ്ദേഹം പറഞ്ഞ വാക്ക്. സുനിൽ ഗവാസ്കർ പറഞ്ഞത് ഇങ്ങനെയാണ്: MS ധോണിക്ക് ഒരിക്കലും വ്യക്തിപരമായ നേട്ടങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. അതായിരുന്നെങ്കിൽ അവന് പണ്ടേ ആകാമായിരുന്നു. പക്ഷേ ചെന്നൈ, അതാണ് അവന്റെ പ്രയോറിറ്റി. ആ ടീമിനെ ഏറ്റവും മികച്ച നിലയിൽ എത്തിച്ചിട്ടേ അവൻ പാടഴിക്കൂ. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതാണ് സുനിൽ ഗവാസ്കർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും MS ധോണിയെ സംബന്ധിച്ച് അടുത്ത വർഷം അദ്ദേഹം കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനവും പുറത്തു വന്നിട്ടില്ല.